ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്താ ഈ ഡയന ഗെയിമിങ്ങിന്റെ ഒരു ഇഷ്യൂയുടെ കാര്യത്തെ പറ്റിയോടെ എനിക്ക് സംസാരിക്കാനുണ്ട്. അതായത് ഞാനൊരു കാര്യം പറയാം. പേഴ്സണലി ഞാൻ റിയൽ ലൈഫിൽ ഞാൻ പോയി എന്നെ വന്ന് മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം പറയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ഈ ഡയന ഗെയിമിംഗ് എന്ന് പറയുന്ന സ്ട്രീമർ എനിക്ക് പേഴ്സണലി റിയൽ ലൈഫിലും ഞങ്ങൾ കണ്ടിട്ടുള്ളത് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെനാറിയോയില് പുള്ളിക്കാരിക്ക് ആരുടെ ക്ലിപ്പ് റിയാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പുള്ളിക്കാരിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതായത് എന്താ പറയുക, MRCയുടെ ആണോ TV-യുടെ ആണോ അതൊക്കെ പുള്ളിക്കാരുടെ ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് ഈ ഇതുപോലെ നമ്മുടെ TV-യുടെ ക്ലിപ്പ് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു സാധനം ഇല്ല. പക്ഷേ ഇത്രയ്ക്ക് സെൻസിറ്റീവായിട്ട് വലിയൊരു അടി നടക്കുന്ന സമയത്ത് ആ വാറിനകത്ത് വന്ന് അഭിപ്രായം പറയുമ്പോൾ ഒബ്വിയസ്ലി TV-യുടെ കുറെ ആൾക്കാരും ഡൈനയുടെ ചാനലിലുണ്ട്, അതുപോലെ MRCയുടെ കുറെ ആൾക്കാരും ഡൈനയുടെ ചാനലിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് കാണാൻ വരുന്ന ആൾക്കാര് ഇത്രയും നാള് രണ്ട് ഗ്യാങ്ങിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഡൈനയുടെ അടുത്ത് അവര് പെട്ടെന്ന് വന്നിട്ട് ഒരു ദിവസം വരുമ്പോൾ വാറിനെ പറ്റി, അതായത് MRCയും ഇതും തമ്മിൽ രണ്ടുപേരും എടുക്കണ വാർ എടുത്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വാർ എടുത്തതിന്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അത്രയും നാൾ ഡയനെ സപ്പോർട്ട് ചെയ്ത് ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കും എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. കാരണം അതൊക്കെ നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ഇഷ്ടമല്ലേ, ഗ്യാങ് എടുക്കണത്, ഗ്യാങ് സിറ്റുവേഷൻ എടുക്കണോ സിറ്റുവേഷൻ എടുക്കണ്ടായോ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞെടുക്കണം, അവിടെ TGയുടെ പേര് മെൻഷൻ ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറെ പേര് ഡയനയുടെ ക്ലിപ്പും ഇത് പറയണതൊക്കെ പോലെ ഓരോ ഗ്രൂപ്പിലും അത് ഇതിലൊക്കെ കൊണ്ടിട്ട്, അപ്പോ ഈ പറയണത് പോലെ കണ്ണാപ്പിക്കും അത് നല്ലതുപോലെ കണ്ണാപ്പിക്കും ട്രിഗർ ആയ സമയത്ത് എല്ലാവർക്കും ട്രിഗറായി. അപ്പൊ ഒരു ഇത്രയും വലിയ ഒരു ഇഷ്യൂ വെളിയിൽ ട്രിഗർ ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ സൈഡിലും പ്രശ്നമൊന്നും ഉണ്ടാവാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ട്രീമേഴ്സ് വേറുണ്ട്. അഭിപ്രായം പറയാത്ത ആൾക്കാരെല്ലാം ഒരുപാട് പേരുണ്ട്. അപ്പം ജസ്റ്റ് അങ്ങനെ ഒരു സ്ഥാനത്ത് കയറി സംസാരിച്ചുകൊണ്ടാണ് ഡയനക്ക് ഈ പറയണത് പോലെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും വന്നത്. അപ്പൊ ഡയന ഒരു ദിവസം ജസ്റ്റ് ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ ഡയനയ്ക്ക് വന്ന മെസ്സേജും ടോക്സിസിറ്റി എത്രയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഇത് കൊണ്ടു നടക്കണം എന്റെ അവസ്ഥ എന്താന്ന് ജസ്റ്റ് ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതും പോട്ടെ, അതൊന്നും വേണ്ട, അതൊന്നും ആലോചിക്കണ്ട. അതും കഴിഞ്ഞിട്ട് കണ്ണാപ്പിക്കും ബാക്കിയുള്ള മെമ്പേഴ്സിനും എല്ലാം ഇത് ബാഡായി. കാരണം ഇത്രയും നാള് നമ്മുടെ കൂടെ ഇതിനായിട്ട് നിന്നിട്ട് ഈ പറയണത് പോലെ പെട്ടെന്ന് ഒരു ദിവസം വേറൊരാളുടെ POV കണ്ടിട്ട് നമ്മളെ പറ്റി ഒരു ചെറിയതായിട്ടെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ ഈ പറയണ പോലെ ഇത്ര നാൾ കണ്ടു വന്നതുകൊണ്ട് ഈ പറയണത് പോലെ ഇതായതാണ്. സോ ദേ കാൻ ടോക്ക് അബൌട്ട് എനി ഒപ്പീനിയൻ ആൻഡ് ഹാവ് ടു ബിഹോൾഡ് ഇറ്റ്സ് ഡ്യൂ ടു ദ ടോക്സിസിറ്റി ഓഫ് പീപ്പിൾ. നല്ലതാ ബ്രോ, ഞാൻ അങ്ങനെയല്ല പറയുന്നേ. ഇതില് ഒരു സൈഡ് മാത്രം മാന്യന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. TV-യുടെ ഓഡിയൻസ് അല്ലെങ്കിൽ TV-യുടെ അകത്തുനിന്ന് അവിടെ പോയി പറഞ്ഞ ആൾക്കാരൊക്കെ നല്ലവരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ സിറ്റുവേഷൻ എങ്ങനെയാ മുതലെടുത്തതെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒരാളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ, ഒരു എന്തേലും പറ്റിയ പോട്ടെ ഡയന അല്ലെങ്കിൽ എങ്ങനെ, അപ്പോഴത്തേക്കിന് ഒരു കൂട്ടം ആൾക്കാർ അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാല് ഇതാണ് MRCയുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്താ യെല്ലോ കളർ ഹാർട്ട് സ്പാം ചെയ്യുക, യെല്ലോ കളർ ഇത് പറയാ. അവിടെ നമ്മളെ മറ്റേ ഇതാക്കി ബ്രോ. ഡയനയൊക്കെ ഞങ്ങൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഈ ഡയനയ്ക്ക് വന്ന ഹെൽത്ത് ഇഷ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അല്ല നിങ്ങൾ ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ പോയിട്ട് ഈ പറയണ ഈ സ്പാം ചെയ്ത ഏതെങ്കിലും ഒരുത്തൻ? പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ ആ കമ്മിറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ഞാൻ അവളോട് സംസാരിക്കാറുള്ള ആളാണ്. മനസ്സിലായ? അത് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ അത് ഡയനയ്ക്കും അറിയാം ഞാൻ എങ്ങനെയാ ഡയനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ടൈമിൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രണ്ടുപേരിലും ഇല്ലാത്ത ആൾക്കാർ പോലും ഇത് വൾഗറാക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ കണ്ണാപ്പി പറഞ്ഞത് ഗ്യാങ്ങിൽ ഒരാൾക്കും ആ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് കണ്ണാപ്പിയെ ഞാൻ അന്നേരം തന്നെ വിളിച്ചു വിലക്കുകയും ചെയ്തു, ഇനി അത് സംസാരിക്കില്ലെന്ന് പറയുകയും ചെയ്തു. പിന്നെ കണ്ണാപ്പിയുടെ അടുത്തൊക്കെ ഇതിന്റെ കാര്യം അവൻ മോശമായിട്ട് അവളെ ഒരു വാക്കോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞു, അവൻ എക്സ്പ്രസ് ചെയ്തു. അതിന്റെ അപ്പുറത്തോട്ടിരുന്ന് അവരാധിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ തന്നെ ഫോൺ വിളിച്ചത് വിലക്കുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. മനസ്സിലായ? എന്നുവെച്ചാൽ അവളുടെ ചാറ്റിലും അതിനകത്ത് കുറെ പേര് ഈ പറയണത് പോലെ വന്ന് അവളെയും ട്രിഗർ ആക്കിയിട്ടുണ്ടാവാം. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. ഞാൻ അന്നേരം പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോൾ എന്നെ ഡയന ഫോൺ വിളിച്ചായിരുന്നു, കണ്ണാപ്പിയെ വിളിച്ച് കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. കണ്ണാപ്പിയെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർത്തിക്കോ, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുത്, ഇതാക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു.
അതങ്ങനെ വിട്ടു. നമ്മൾക്കല്ലാതെ അതിന് മുകളിലോട്ട് അതൊക്കെ ഡയനായിട്ട് ഇഷ്ടമാണ്. MRCയുടെ ക്ലിപ്പ് കാണണോ, TVയുടെ ക്ലിപ്പ് കാണണോ, അതൊക്കെ ഡയനായിട്ട് ഇഷ്ടമാണ്. നമ്മൾ ആരും പറയത്തില്ല, അതൊക്കെ സ്ട്രീമറിന്റെ താല്പര്യം. ഒപ്പീനിയൻസ് പറയാം, എന്ത് വേണേ പറയാം. പക്ഷെ ഒപ്പീനിയൻസ് പറയുമ്പോൾ സെൻസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ക്രിറ്റിസിസം വരുമെന്നുള്ള ബോധം വേണം. അത് മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ ആർക്ക് വേണേലും പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ ടൈമിൽ പറയുമ്പോൾ ക്രിറ്റിസിസം വരുമ്പം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് കൂടെ വേണം. അല്ലാതെ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് ഈ പറയണത് പോലെ എന്നെ ഇവരടുത്ത് ഇങ്ങനെ ഒന്ന് പറയുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞ് ബാക്ക് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്തേ ഉള്ളൂ. കണ്ണൻ ടിവിനെ കുറിച്ചോ അല്ലെങ്കിൽ കണ്ണാപ്പിനെ കുറിച്ചോ പറയണത് മാത്രമേ കണ്ണാപ്പി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അവൻ വേറെ ഒരു കാര്യത്തിൽ ഇടപെടാനോ ഇന്നവരെ വന്നിട്ടില്ല. ടിവിനെ പറ്റിയോ അല്ലെങ്കിൽ കണ്ണാപ്പിയെ പറ്റിയോ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ റിയാക്ട് ചെയ്യാറുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലായിടത്തും പറയാനുള്ള ഇതാണ്. റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് നമ്മളെ സൈഡിലുള്ള റിയാക്ട് ചെയ്യും. ഇന്നും കൂടെ ചെയ്തു കണ്ണാപ്പി. ഇന്നും കൂടെ കണ്ട ക്ലിപ്പ് വീണ്ടും എടുത്തിട്ട് കണ്ട് മനസ്സിലായോ? അല്ല, ഞാൻ പറയാം. വർഷങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഫാൽക്കൺ ആയിട്ടുള്ള സീൻസ് ഒക്കെ നമ്മൾ വിട്ടതാ. ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒഴിവാക്കി വിട്ട കേസാണ്. പക്ഷെ ഇതിൽ കുറെ പേര്, അത് ഇൻക്ലൂഡിങ് ഡയന അടക്കം, ഈ ഫാൽക്കന്റെ ലൈവിലടക്കം കുറെ പേര് ഈ പറയണത് പോലെ പഴയ ക്ലിപ്പ് എടുത്ത് പഴയതിനകത്ത് എന്നെ ഒരു സിനിമാറ്റിക്സിലിട്ട് എഴയിക്കുന്ന സീൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ഡയനയുടെ ലൈവ് കാണുന്ന കുറെ ഇഷ്ടമുള്ള TV ഓഡിയൻസിന് പെട്ടെന്ന് അത് കണ്ടപ്പം അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണ് അവരത് അങ്ങനെ രീതിയിൽ പറഞ്ഞത്. ഈ ഒരു സെയിം സാധനം ഫാൽക്കണ്ടേനകത്തും വന്നപ്പോഴാണ് ഇത് പഴയ എന്തൊക്കെയോ അതും ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്ന എന്തോ ലെഗസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു അപ്പിക്കണ്ടി ഗ്യാങ് ആകെ 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്യാങ് അല്ല, അതാ പറഞ്ഞേ, ആകെ 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ അവന്മാർ തമ്മിലടിച്ച് പോയി. മനസ്സിലായി? ആ ഗ്യാങ്ങിന്റെ ഒക്കെ ലെഗസി എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കണ്ടപ്പോൾ നമുക്ക് അത് ഇതായത് കൊണ്ടാണ് അവനെ തന്നെ നമ്മൾ ഹോസ്റ്റേജ് എടുത്തതും അവനെ തന്നെ നമ്മൾ ഇതാക്കിയിട്ടും അവന്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമാറ്റിക്സ് ഞാൻ റിയൽ ആക്കി കൊടുത്തതും അത് തന്നെയാണ്. അതൊരുമാതിരി കളിയാക്കുന്നത് പോലെ ആയിപ്പോയി. ഇതിൽ ഡയനെ കുറ്റം പറയുന്നില്ല ഞങ്ങള്. ഡയനെ ഒരിക്കലും അതൊക്കെ ഡയനയുടെ ഇഷ്ടമാണ്, ഈ പറയണത് പോലെ റിയാക്ട് ചെയ്യുന്നതും ഇത് പറയണതും ഒക്കെ. പക്ഷെ അപ്പൊ ഈ ഇഷ്ടമുള്ള ആൾക്കാരുടെ ക്രിറ്റിസിസം വരും. ഞാനിപ്പോ MRCക്കെതിരെ സംസാരിക്കുമ്പോൾ MRC ഓഡിയന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇത് വരുന്നില്ലേ, ആ സെയിം സാധനമാണ് ഡയന. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഇവിടെ പേഴ്സണൽ ആയിട്ടല്ല. കാരണം ഇന്നലെ വരെ നമ്മുടെ കൂടെ ഒക്കെ എല്ലാവരുടെയും കൂടെ RPM ചെയ്ത് എല്ലാവരുമായിട്ട് നമ്മൾ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. അല്ലാതെ ഡയനോട് പേഴ്സണൽ ഹേറ്റും പേഴ്സണൽ പ്രശ്നമൊന്നും ഇവിടെ ആർക്കും ഇല്ല. പിന്നെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫീമെയിൽ സ്ട്രീമറിനെ ഇട്ട് അവരാധിക്കുന്ന കാര്യത്തിലോട്ട് ഞാൻ എന്റെ പ്ലേയേഴ്സിനെ ഒരിക്കലും എൻകറേജും ചെയ്യത്തില്ല. ഞാനത് അവരുടെ അടുത്ത് പറയേണ്ട കാര്യം പറഞ്ഞ നല്ലതുപോലെ പറഞ്ഞ് എന്റെ ബാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മുടെ സൈഡിൽ എന്ത് ചെയ്യണ്ടേ? ഇന്നലെ അത് പറഞ്ഞ് ഇതാക്കിയതാണ്. വീണ്ടും ഇന്ന് കണ്ണാപ്പിന്റെ അതെടുത്ത് വീണ്ടും ആ ഒരു ക്ലിപ്പ്, ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് ഒരു വട്ടം കണ്ടെണ്ണ, അത് കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം ക്ലിപ്പ് തന്നെ എടുത്ത് വെച്ച് ഒന്നുകൂടെ ഇരുന്ന് കണ്ട് മറ്റേ ഒരു ഈ ഗ്യാങ് ആർപിയിൽ സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഈ ഒപ്പീനിയൻ പറയാനൊക്കെ ഞാൻ എന്റെ RP ആയിരുന്നു. അണ്ണ ഈ ഒപ്പീനിയൻ പറയണതൊക്കെ എന്ന് വെച്ചാൽ ഈ ഗ്യാങ് ആർപി എങ്ങനെ കളിക്കണം നമ്മുടെ ഇഷ്ടമല്ല. നമ്മളെ പഠിപ്പിക്കാൻ കളിച്ചിട്ടുള്ളവര് അത് പിന്നെ കുഴപ്പമില്ല. അത് കേട്ടപ്പോഴാണ് കണ്ണാക്കി ഇങ്ങനെ റിയാക്ട് ചെയ്തത്. അത് തന്നെ അവൻ നിർത്തി. ഇന്ന് വീണ്ടും അതേമാതിരി അവനെ ഒരുമാതിരി ഇതാക്കിയുള്ള ഒരു സാധനം നമ്മളുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഡയനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ TG ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വേറെ ഒരു ഗ്യാങ് ഇത് എടുക്കുന്ന സമയത്ത് TG മെൻഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഉള്ളൊരു ഇപ്പൊ ഡയന പറയണില്ലേ, ഡയനക്ക് റിയാക്ട് ചെയ്യാനും ഇത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഡയന പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാനുള്ള റൈറ്റും ആൾക്കാർക്കുണ്ട്. അതിനെ ഇത്ര ഇതായിട്ട് എടുക്കണ്ടേ? ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ കയറി ഇടപെടുമ്പം ക്രിറ്റിസിസം വരും, ഇതുപോലത്തെ ഇത് വരും, എല്ലാം വരും. അത് അക്സെപ്റ്റ് ചെയ്യണം. അത് ചാറ്റ് സെക്ഷനിൽ പ്രത്യേകിച്ച്